മുണ്ടേരി ഭാഗങ്ങളിൽ പുഴയിൽ ബോഡികൾ പൊന്തി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ എസ്.പിൻ്റെ നേതൃത്വത്തിൽ കാട് കയറിയുള്ള തെരച്ചിലായിരുന്നു. ഏകദേശം 1000ഓളം പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർ, തണ്ടർ ബോൾട്ട്, പോലീസ്, അതേമാതിരി ഹെലികോപ്റ്റർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു. ഒരു ഫുൾ ബോഡിയും പിന്നെ 5 പീസുകളും കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ പ്രവർത്തനം കണ്ടാൽ നമ്മളെല്ലാവരും നമിച്ചു പോകും. ഞാൻ 4-5 ദിവസമായിട്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളില്ലാതെ സന്നദ്ധ പ്രവർത്തകർ ഏതൊക്കെ പ്രവർത്തനങ്ങൾ രീതിയിൽ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വയനാട് ചിലപ്പോൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ തിരച്ചിൽ. നാളെ തിരച്ചിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. വനമേഖലയിൽ കയറിയിട്ട് കൂടുതലൊന്നും ബോഡികൾ കിട്ടിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ചിലപ്പോൾ വേറെ രീതിയിലേക്ക് തിരച്ചിൽ നടത്തുമെന്ന് അറിയുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമാകുക. എല്ലാവരും വീട് പോയി മറ്റുള്ളത് പോയി എല്ലാവരും അനാനെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെ പല വിമർശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. അതൊന്നും നോക്കണ്ട. നമ്മുടെ ജില്ലയുടെ മാർഗം എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി ഇതാക്കണം. ഞാൻ 4 ദിവസമായിട്ട് ഇവിടെ കാണുകയാണ് ഓരോരോ രംഗങ്ങളും. ഓരോരോ ബോഡികൾ എടുത്തു കൊണ്ടുണ്ടും അത് പുഴ അക്കരെ കടത്തുണ്ടും ചെങ്ങാടം മറ്റ് കയറ് കണ്ട് വലിക്കൊണ്ടും പുഴയിലൂടെ നീങ്ങിക്കൊണ്ടുണ്ടും ഒക്കെ നേർക്ക് നേര് കാണുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി ഇതിന് പിന്തുണ അത് നമ്മൾ മെയിൻ ചെയ്യാൻ പോകണം. അതിനെ കൊണ്ടൊരു മുട്ട സൂചി എടുത്തേക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. നല്ല പുണ്യമുള്ള കാര്യം. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ കുത്തിർന്ന് വേറെ രീതിയിൽ സംസാരിക്കുന്നവരെ നമ്മളത് തള്ളിക്കില്ല. ഓക്കെ. ഏതായാലും വയനാട് മേഖലയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി വച്ചിട്ടുണ്ട്. ഏതായാലും നാളെ ചിലപ്പോൾ തിരച്ചിലുണ്ടാവുള്ളൂ എന്ന് അറിയാൻ സാധിച്ചു. ഈ നാളെ വേറെ രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ള തിരച്ചിലുണ്ടാകുമെന്നും കിട്ടിയിട്ടില്ല. വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ അപ്ഡേഷൻ ചെയ്യാം. ഓക്കെ. ഈ ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? അതിൽ രാഷ്ട്രീയ കക്ഷിഭേദ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പുഴ മുടിച്ച് കിടക്കുകയാണ്. നമ്മുടെ DCC പ്രസിഡന്റ് ജോയി അടക്കമുള്ള ആളുകൾ, അതേമാതിരി DYFIയുടെ നേതാക്കന്മാർ, SKSSന്റെ നേതാക്കന്മാർ, സ്വാതന്ത്ര്യത്തിൻ്റെ നേതാക്കന്മാർ, അങ്ങനെ ആരൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ വയ്യ. വിവിധ സന്നദ്ധ പ്രവർത്തകർ ഒരാളെ പറഞ്ഞു കൊള്ളിയിട്ട് നമ്മൾ പോലെ സപ്പോർട്ട് ചെയ്തിട്ടോ. ഞാൻ കണ്ട രംഗങ്ങൾ ഒറ്റടിക്ക് പറയാട്ടോ. എന്നാൽ ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഇന്ന് പൊതുവെ വെള്ളം കുറച്ച് ഒഴുക്കിന് കുറവുണ്ട്. ഈ പുഴ അടിയിൽ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തകർക്കും മറ്റുള്ള പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ളവർക്കൊക്കെ അങ്ങോട്ട് മുറിച്ച് കിടക്കണമെങ്കിൽ വളരെ പ്രയാസവുമുണ്ട്. മലപ്പുറം തിരുവിരങ്ങാടി ഭാഗത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. പുഴ നിറഞ്ഞു. 31ഓളം വീടുകൾ